പേര് NC കുര്യൻ, എറണാകുളത്തു നിന്നാണ്. എനിക്ക് പറയാനുള്ളത്, ഈ പന്നിത്തീട്ടത്തിൽ ജനിച്ചു വളർന്ന PV അൻവറിന് മനുഷ്യരുടെ കക്കൂസ് മാലിന്യം അമേദ്യമായി തോന്നിയതിൽ അതിശയോക്തിയൊന്നുമില്ല. അവറ്റകൾക്ക് എന്നും മനുഷ്യരുടെ മലവിസർജ്യത്തോട് തന്നെയാണല്ലോ താല്പര്യം. എപ്പോഴും എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഈ അൻവറിനെ സംബന്ധിച്ച് എപ്പോഴും ഈ മനുഷ്യൻ്റെ മലത്തോട് ഒരു ആഭിമുഖ്യം കൂടുതലായിരിക്കും. അത്രേ ഇതിനകത്ത് പറയാനുള്ളൂ. ഞാനൊരു വീട്ടമ്മയാണ്. ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു. ഇത് ഇത്തരം MLA നമ്മൾ എങ്ങനെയാ സഹിക്കുക? ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലേ? എങ്ങനെ നമുക്ക് ഇതിനെ എതിർക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയില്ല. എന്തൊരു അപമാനകരമാണ് ഇത്. ലോകം മുഴുവൻ കാണുകയല്ലേ. കൂടാതെ നമ്മുടെ ബഹുമാന്യനായ ജയശങ്കർ സാറിനെ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഒരിക്കലും നീതീകരിക്കാൻ പറ്റില്ല. എന്താ ഇയാൾക്കെതിരെ ചെയ്യാൻ പറ്റുക? അതെല്ലാം ചെയ്യണം. ഞങ്ങളെപ്പോലെ വീട്ടമ്മമാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെയാണോ? ഏതായാലും ഇത്തരക്കാരെ എടുത്ത് പുറത്തെറിയണം. ബോധമില്ലെന്നും പറഞ്ഞ് എന്ത് അഴിമതി, എന്ത് അക്രമോ, എന്തൊക്കെയാ കാണിക്കണേ? ഇതെല്ലാം നമ്മൾ സഹിക്കാന്ന് പറഞ്ഞാൽ ഇത്തരക്കാരെ നമ്മൾ വെച്ച് പൊറപ്പിക്കരുത് എന്നുള്ളതാണ്. ജനങ്ങളെ മുന്നിട്ടിറങ്ങേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ശ്രീലങ്കയെക്കാളും കഷ്ടമാണ് നമ്മള്. എല്ലാത്തിനും അവമാനിക്കാണ്. അതിന് ജനങ്ങൾ ശരിക്കും വിഡ്ഢികള്. എന്തൊരു വിഡ്ഢി കൂഷ്മാണ്ടാണ് ഇയാള്. ഇയാളെപ്പോലുള്ള ആൾക്കാരെ സഹിക്കാന്ന് പറഞ്ഞാല് ഒരിക്കലും നീതീകരിക്കാൻ പറ്റൂല. സാറേ, എൻ്റെ പേര് മനോജ് എന്നാണ്. അപ്പം സാറിൻ്റെ വീഡിയോ കണ്ടു. അതേപോലെ അൻവർ കാക്കയുടെയും നമ്മുടെ ജയശങ്കർ സാറിനെ കുറ്റം പറഞ്ഞിട്ടുള്ള ആ വീഡിയോ കണ്ടു. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെസ്സേജ് അയച്ചത്. ഒന്ന്, ഇവൻ വലിയ പുണ്യാളനായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇവൻ പറയുന്ന ഇവൻ രാജ്യത്തിന് മുഴുവനും രാജ്യസ്നേഹിയായിട്ട് വന്ന് ജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഇവനുണ്ടാക്കിയിരിക്കുന്ന ഡാമും ഇവൻ വൺ ഓഫ് ദ മോസ്റ്റ് കറപ്റ്റഡ് ക്രിമിനൽ മനുഷ്യനാണ് ഇവൻ മലപ്പുറത്തെ. ഇവൻ പറയുന്ന ഇവൻ്റെ അപ്പൻ നല്ല മനുഷ്യനാണ്, അതൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഏത് സ്വാതന്ത്ര്യ സേനാനിയാണേലും അവനും ചില പാഴ്വിത്തുകൾ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ അത് പാഴ്വിത്താണോ എന്ന് പറയാൻ പറ്റുമോ? പിന്നെ സാർ പറഞ്ഞത് കറക്റ്റാണ്. ഇവൻ കക്കൂസ് മാലിന്യൊന്നും എടുത്തുകൊണ്ട് പോകേണ്ട കഷ്ടപ്പാടിൻ്റെ കാര്യമില്ല. അവൻ വാ തുറന്നാൽ മതി. ഒത്തിരി സന്തോഷമുണ്ട്. അതിന് കൊടുത്ത മറുപടി നല്ല മറുപടിയായിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട് സാറേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭ്രാന്ത് കയറിയിരിക്കുക സാറേ. എന്താണെന്നറിയത്തില്ല, അവനങ്ങ് ഭ്രാന്തായിട്ട് നടക്കുക. ഈ ജയശങ്കർ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരുടെ പേര് തന്നെ ജയശങ്കർ എന്നാണ്. ജയശങ്കർ, വിജയത്തിൻ്റെ ശങ്കരനാണ്. അപ്പം ഒരിക്കലും അയാളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല ആർക്കും. അയാളുടെ പേരിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാകുന്നില്ല ഈ മൂരിക്ക്. ഇത് ഇങ്ങനൊന്നും അവസാനിക്കുന്ന കളികളല്ല. ഇത് തീ കത്തുന്ന ഒരു ലക്ഷണമാണ് ഇത് കൊണ്ട് കാണുന്നത്. നിങ്ങളെപ്പോലുള്ളവർ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് ഈ കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ക്രൈം നന്ദകുമാർ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ നാട് രക്ഷപ്പെട്ട് നിൽക്കുക. അല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെ ആയന്, ഈ നാട് മൊത്തം നശിപ്പിച്ചതിന്. നിങ്ങളൊക്കെ സഹകരിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ശരി സാറേ, ഒത്തിരി സന്തോഷമുണ്ട്. ആ നാട്ടുകാരെല്ലാം കൂടി ഇങ്ങനെ വരുതിക്ക് നിർത്തട്ടെ. നാട്ടുകാരെ ഇടപെടും ഈ വിഷയത്തിൽ. നമ്മുടെ കേരളം മൊത്തം ഇടപെടും. അങ്ങനെയാണ് അതിൻ്റെ പോക്ക് കിടക്കുന്നത്. ഈ മൂരിയെ നിലയ്ക്ക് നിർത്തും എല്ലാവരും കൂടി. ഞാൻ ജോസഫ് സാമി പാലായിൽ നിന്നാണ്. അൻവർ ഖാനിക്ക് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന തലയിൽ കക്കൂസ് മാലിന്യം ഒഴിക്കുമെന്നൊക്കെ പറയാനും അതുപോലെ മുണ്ട് അഴിച്ച് അവഹേളിക്കുമെന്നൊക്കെ പറയാൻ കാണിക്കുന്ന അതിനെതിരെയുള്ള സാറിന്റെ പ്രതികരണം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ മസ്കറ്റിൽ നിന്നാണ്. എൻ്റെ പേര് തോമസ് എന്നാണ്. ഞാൻ നിലമ്പൂർ മൂരിയുടെ വാർത്ത കേട്ടോണ്ട് ഞാൻ വിളിക്കുന്ന. ആ വൃത്തികെട്ടവനെയൊക്കെ ഈ ഓരോ കാര്യങ്ങൾ കേട്ട് എഴുതുന്ന ആ വൃത്തികെട്ടവന്റെ കാര്യം കേട്ട് എഴുതുന്ന തന്നെ നമുക്ക് ദേഷ്യം വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നടത്തുന്ന ഓരോ വൃത്തികെട്ട കാര്യങ്ങൾക്ക് ഇപ്പം കുട പിടിക്കുന്നല്ല എന്താ ചെയ്യുന്നതെന്നുള്ള ഒരു പിടിയും കിട്ടുന്നില്ല. സാധാരണപ്പെട്ടവൻ ജീവിക്കാനൊക്കെ രീതിയിലുള്ള രീതിയാണ് അവന്റെ ഓരോ കാര്യങ്ങൾ.
ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അബ്കാരികളുടെയും കുറെ ഈ സർക്കാരിന്റെയും കുറെ താങ്ങിക്കൊണ്ട് ജീവിക്കുന്നതല്ലാതെ ഇവനെ വോട്ട് കൊടുത്തിട്ട് ഇവനെ മേളിൽ കയറ്റി ഇരുത്തിയ ആൾക്കാർക്ക് പോലും ഒരു നയാ പൈസയുടെ പ്രയോജനം ഇല്ലാതാണ് ഈ വൃത്തികെട്ടവനൊക്കെ ജീവിച്ചോണ്ടിരിക്കുന്നത്. നാട്ടിൽ ജോലി ഇല്ലാഞ്ഞിട്ട് നാട്ടിൽ നിന്ന് പുറനാട്ടിൽ വന്നു കഴിഞ്ഞിട്ടും പിന്നെ ഇതിന്റെയൊക്കെ ഈ കാര്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുന്നത് ഒന്നാമത്തെ കാര്യം. എന്നാൽ ഈ പ്രവാസികൾക്ക് വേണ്ടിയിട്ടോ അല്ലെ ഈ നാടിന് വേണ്ടിയിട്ടോ ഇവനൊക്കെ ഒരു 10 പൈസ നടന്നാൽ ഇവനും അവന്റെ കുടുംബത്തിനും നാടായ സർക്കാരിനും അങ്ങനെയുള്ള കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതല്ലാതെ ഇവന് ഒരു നയാ പൈസയുടെ ഒരു എന്താ ഇവനെ മൂരി എന്നല്ല വിളിക്കേണ്ടത്, സത്യത്തില്ലാതെ ചെയ്യേണ്ടിയത്. ഇവനൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവനൊക്കെ കല്ലെറി ചെയ്യേണ്ടത്, പഴയ കാലത്ത് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിൽ ഇവനൊക്കെ കല്ലെറി ചെയ്യേണ്ടിയത്, അല്ലാതെ വേറൊന്നും അല്ല ചെയ്യേണ്ടിയത്. പുറത്തിറങ്ങരുതൊന്നും ശ്രദ്ധിക്കേണ്ടി അത്രയും വിഷമത്തോടുകൂടിയാ പറയുന്നത്. ഓരോ ന്യൂസ് കാണുന്ന സത്യത്തില് നാണമാണോ എന്താ പറയുന്നത്, അത് ഒട്ടും ഒരു പിടി കിട്ടുന്നില്ല. നാട് എങ്ങനെ പോകുന്നുള്ള ഒരു ഇതും കിട്ടുന്നില്ല. ഇപ്പോഴത്തെ നാടിന്റെ സ്ഥിതി സാധാരണപ്പെട്ടവന് ജീവിക്കാനൊക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കുക നാട്ടില്. ഇന്ന് ഒരുത്തം ചൂലുമായിട്ട് ഇറങ്ങിയേക്കുന്നു. ഇപ്പോഴത്തെ സർക്കാരിന്റെ ഗുണമാണ്. അതേ സിറ്റുവേഷൻ ആയിപ്പോയി നാട്. ഇത് കൂടുതൽ കാലം ഒന്നും മുമ്പോട്ട് പോകത്തില്ല സുൽഭായി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചവെള്ളത്തിന് പോലും ഇപ്പം വെള്ളം കിട്ടുന്ന നാട്ടിൽ തന്നെ പച്ചവെള്ളത്തിന് പോലും കാശ് കൊടുക്കേണ്ട ഗതി വന്നേക്ക് വെച്ചു. അതേ സിറ്റുവേഷൻ ആയിപ്പോയി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.